കാണിച്ചു തരാൻ പോകുന്ന ഒരു റുബിക്സ് ക്യൂബ് എങ്ങനെ ശരിയാക്കാം. ഇതിപ്പോൾ ഒരു കുളവായ റുബിക്സ് ക്യൂബാണ്. ഇത് നമ്മൾ ശരിയാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഏത് കളറാണ് നമ്മൾക്ക് ആദ്യം ശരിയാക്കേണ്ടത്. ഞാൻ ഇവിടെ ആദ്യം സെലക്ട് ചെയ്യുന്നത് വൈറ്റാണ്. അപ്പോൾ വൈറ്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള യെല്ലോ എടുത്തു. യെല്ലോ എടുത്തതിന് ശേഷം ഇവിടെ ഈ 4 ഇതും ഈ പ്ലസ് ആകൃതിയിലുള്ള ഈ 4ഉം വൈറ്റ് ആക്കണം. ആ വൈറ്റ് ആക്കുമ്പോൾ നമ്മൾ നോക്കാം ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് ചെയ്തു. ഇവിടെ ഒന്ന് ഇപ്പം നമുക്ക് ഈ വൈറ്റ് കോർണേഴ്സ് ഫില്ലായില്ല. ഒരു മിനിറ്റ്. ഇപ്പം വൈറ്റ് കോർണേഴ്സ് എല്ലാം ഫില്ലായി. ഇനി നമ്മൾ കളർ നോക്കണം, ബ്ലൂവും വൈറ്റും. ഓക്കെ, അപ്പോൾ അത് നേരെയായിട്ട് ഗ്രീന് അത് നേരെ വെച്ചിട്ട് അതും തിരിച്ചു. റെഡും ഇത് വൈറ്റും അതും വെച്ചു. ഓറഞ്ചും വൈറ്റും. അപ്പോൾ നമുക്കിവിടെ പ്ലസ് കിട്ടി. ഈ പ്ലസ് കിട്ടുമ്പോൾ ഇവിടെ ഓറഞ്ച് ശരിയായി, പച്ച ശരിയായി, റെഡിന് ശരിയായി, ബ്ലൂ എല്ലാം ശരിയായി. അപ്പോൾ ഇനി നമ്മൾ ഈ കോർണേഴ്സാണ് ശരിയാക്കേണ്ടത്. കോർണേഴ്സ് ശരിയാക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം കളറാണ് എടുക്കേണ്ടതെന്ന്. ഇവിടെയുള്ളത് ഇപ്പോൾ ചുമപ്പും ഗ്രീനുമാണ്. അപ്പോൾ ചുമപ്പും ഗ്രീനും നോക്കണം. റെഡ് ആൻഡ് ഗ്രീൻ. ഇതെവിടെ ഇരിക്കുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ആദ്യം താഴേക്ക് വലിക്കുക, എന്നിട്ട് തിരിക്കുക, എന്നിട്ട് മുകളിലേക്കാക്കുക. അപ്പോൾ അത് ഇവിടെ വരും. പിന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങോട്ടേക്കാക്കാം, 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 ഇങ്ങോട്ടേക്ക്. അപ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഇതിപ്പോൾ ഇങ്ങോട്ടായി ആക്കേണ്ടതെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിങ്ങനെയുള്ളത് ഇങ്ങോട്ടേക്ക് ആക്കരുത്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് മുകളിലേക്ക് പോകും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. മുകളിലേക്കാക്കി. ഇപ്പം റെഡ് ഇത് ശരി. ഇനി റെഡും ബ്ലൂവും ഇതെവിടെ ഇരിക്കുന്നു. റെഡും ബ്ലൂ. ഇപ്പം റെഡ് ഫുള്ളായി. ഗ്രീനിൻ്റെ ഇനി ഒന്നും കൂടി ശരിയാവാനുണ്ട്. അത് ഇവിടെ തന്നെയുണ്ട്. അത് താഴേക്കാക്കാം, ഇങ്ങോട്ടേക്കാക്കാം, ഇങ്ങോട്ടേക്കാക്കാം. ഇനി ഒന്നും കൂടിയുള്ളൂ. ഒന്നും കൂടി ആക്കി. ഇപ്പം ഇത് കണ്ടോ, ഇത് ഒരു ഇതായി, ഒരു കളർ സെറ്റായി. ഇതിൻ്റെ ഈ 3ഉം ശരിയായി. ഇനി നമ്മൾ ശരിയാക്കേണ്ടത് ഈ ഭാഗങ്ങളാണ്. ഈ രണ്ടാമത്തെ ലെയർ പൂർത്തിയാക്കിയിട്ട് വേണം പിന്നെ ഇതിൻ്റെ കോഡുകൾ നമ്മൾ പരിശീലിക്കാൻ. അതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഇപ്പം ചുവപ്പും പച്ചയും എടുത്തു. ചുവപ്പും പച്ച എടുക്കുമ്പോൾ മുകളിലുള്ളത് ഏത് കളറാണോ അതിന് ഓപ്പോസിറ്റ് വെക്കണം. ഇപ്പോൾ റെഡ് ആയിരുന്നു മുകളിലുള്ളത് കൊണ്ട് അതുകൊണ്ട് റെഡ് ഇങ്ങോട്ട് വെച്ചു. അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ച്, അതായത് ഇത് മുകളിലേക്ക് എടുത്തു, ഇങ്ങോട്ടേക്കാക്കി, 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 ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ ഇവിടെ ശരി. ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നും കൂടി പറയാം. മുകളിലുള്ളത് ഏത് കളറാണ്. ഇപ്പോൾ ഇത് ബ്ലൂ ആണ് മുകളിൽ, ഇത് റെഡാണ് മുകളിലുള്ളത്. ഞാൻ റെഡിന് നേരെ വെച്ചു. താഴെയുള്ള കളർ വേണം ഇങ്ങനെ പിടിക്കാൻ. താഴെയുള്ള കളർ പിടിച്ചിട്ട് വേണം ഈ പറയുന്ന കോഡ് ചെയ്യാൻ. ആദ്യം മുകളിലേക്ക് എടുത്ത് പിന്നെ ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്. ഇപ്പോൾ റെഡ് ഫില്ലായി. ഇനി ഗ്രീന് മുകളിൽ ഗ്രീൻ ആയതുകൊണ്ട് ഇതാക്കി. ഇങ്ങോട്ടേക്കാക്കി, 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 ഇങ്ങോട്ടേക്കാക്കി. ഇപ്പോൾ ഗ്രീനും ശരിയായി, ഇതാക്കി. ഇനി ഈ ഓറഞ്ചും ബ്ലൂ ആണ്. ഓറഞ്ച് മുകളിലുള്ളത്, അതുകൊണ്ട് ബ്ലൂ എടുത്ത്. ഓക്കെ, ഇപ്പം ഇത് ശരിയായി. ഇനി ഇപ്പം നമുക്ക് ഇവിടെ ഒരു എൽ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. എൽ ഷേപ്പ്. ഇനി നമ്മൾ അടുത്ത കോഡ് ആദ്യം നമ്മൾ ഇതെത്ര ഇത് ശരിയാവണമെന്നില്ല കേട്ടോ. ഇത് ശരിയാവണമെന്നില്ല. ഇത് നമ്മളിപ്പോൾ ഈ ലെയർ മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തെ ലെയർ ഫുൾ ശരിയായി. ഇനിയാണ് കോഡ്. ഈ എൽ ഷേപ്പ് കിട്ടിക്കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഒരു തിരിക്കുക ഇങ്ങോട്ട്. ഇനി ഇങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്കാക്കുക, 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 ഇങ്ങോട്ടേക്കാക്കുക. ഇപ്പോൾ ഒരു ടി ഷേപ്പ് കിട്ടി. ഇത് പ്ലസ് ആവുന്നത് വരെ നമ്മളാക്കണം. ഇതേപോലെ ആദ്യം ഇങ്ങോട്ട് തിരിക്കുക, പിന്നെ ഇങ്ങോട്ട് തിരിക്കുക, പിന്നെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിക്കുക, പിന്നെ ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. ഇപ്പോൾ പ്ലസ് കിട്ടി. ഇനി നമ്മൾ അടുത്ത കോഡ് ചെയ്യാൻ പോവാണ്. ആദ്യം ഇങ്ങോട്ട് മോഡിന്, അതായത് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ ഗ്രീനാണ് കയ്യിലുള്ളതുകൊണ്ട് ഗ്രീൻ തന്നെ എടുക്കുന്നത്. ആദ്യം മുകളിലേക്കാക്കി 2 പ്രാവശ്യം തിരിച്ച് താഴേക്കെടുത്ത് ഒന്നിങ്ങോട്ട് തിരിച്ച്, ഒന്നിങ്ങോട്ട് തിരിച്ച്, ഒന്നിങ്ങോട്ട് തിരിച്ച്, ഒന്നിങ്ങോട്ട് തിരിച്ച്. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ശരിയായി. ഇനി ഒന്നും കൂടി അതേ കോഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. പ്ലസ് പോയി, ഒന്നും കൂടി ചെയ്യുന്നു.
അതേ കോഡാണ് ഞാൻ ഇത്രയും സമയം ചെയ്തത്. ആദ്യം ചെയ്ത അതേ കോഡ് നമ്മൾ ഈ ഫിഷ് ആകൃതി കിട്ടുന്നത് വരെ അത് ചെയ്യണം. ഈ ഫിഷ് ആകൃതിയുടെ കൂർത്ത മുന മുമ്പിലേക്ക് പിടിച്ചിട്ട് വേണം അതേ കോഡ് ഒന്നും കൂടി ചെയ്യാൻ. ഒന്നും കൂടി ചെയ്യുന്നു. ഇപ്പൊ വീണ്ടും അതേപോലെ തന്നെ കൂർത്ത മുന മുമ്പിലേക്ക് പിടിച്ചിട്ട് അടുത്തത് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ചെയ്തത് പഴയ കോഡ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ എല്ലാം ശരിയായി. പക്ഷെ ഇങ്ങനെയല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നെങ്കിൽ 2 കളർ, അതായത് ഈ ഒരു കളർ ഏതെങ്കിലും ഒരു ഫുൾ കളർ റെഡി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് മാത്രം, അതായത് ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് മാത്രം ശരിയാവാത്തതും ഉണ്ടാവും. അത് പ്രശ്നമില്ല. അത് അവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അത് കോഡ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അറിയാണ്ട് ആയിപ്പോയതാണ്. ഇത് ആദ്യം ഇങ്ങോട്ട് തിരിച്ച്, 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 ഇങ്ങോട്ട് തിരിച്ച്. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ അവസ്ഥയിലെത്തി. ഇങ്ങനെയായിരുന്നു കിട്ടേണ്ടത്. അത് നേരത്തെ ശരിയായി പോയതാണ്. അപ്പോൾ ഇത് ഒന്നുകിൽ ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഈ 2 കളർ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുള്ളും കിട്ടും. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഇപ്പം ഈ പറയുന്ന കോഡ് ഒന്നും കൂടി ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഈ കളർ നേരെ ആവുന്നത് വെക്കുക. എന്നിട്ട് ഇതേപോലെ ചെയ്യുക. ആദ്യം താഴേക്ക് എടുത്ത്, പിന്നെ ഇവിടുന്ന് ഒന്ന് തിരിച്ച്, വീണ്ടും ഇത് ഇങ്ങോട്ടേക്ക് എടുത്ത്, 2 തിരിച്ച്, ഇത് മുകളിലേക്ക് എടുത്ത്, ഇത് താഴേക്ക് എടുത്ത്, ഇത് വീണ്ടും താഴേക്ക് എടുത്ത്, ഇത് തിരിച്ച് ഇങ്ങോട്ടേക്കാക്കി. അപ്പോൾ കാണാമല്ലോ, ഇതാ ഒരു കളർ ഒഴിച്ച് ബാക്കി എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ശരിക്കും പറയേണ്ടത് ഒരു കളർ ഫുള്ള് ശരിയായി ഇങ്ങനെയായിരുന്നു വരേണ്ടത്. അത് ഈ കോഡ് ചെയ്യുമ്പോൾ തന്നെ ശരിയായിക്കോളും. ആദ്യം ഇങ്ങോട്ട് തിരിച്ച്, 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 ഇങ്ങോട്ട്. ഇപ്പോൾ ഒരു കളർ ശരിയായി. ബാക്കി 3 കളർ മാത്രമേ ശരിയാവാനുള്ളൂ. അത് ഇതേ കോഡ് തരുന്നു. ആദ്യം 2 തിരിക്കുക, എന്നിട്ട് അടിയിൽ നിന്ന് ഒരു തിരി, താഴേക്ക് 2 എണ്ണം, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട് തിരിച്ച്, ഇങ്ങോട്ട്. ഇതാ ഇപ്പോൾ ശരിയായി. ഇതാ കാണാം. ഇത്രയേ ഉള്ളൂ. ഒരു റുബിക്സ് ക്യൂബ് ശരിയാക്കാൻ നമുക്ക് എത്ര ഈസിയാണെന്ന് ഇപ്പോൾ കണ്ടല്ലോ. എല്ലാവരും ഇത് പരീക്ഷിക്കണം. വിജയിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.